ഡീസ് ഇറേ രാഹുൽ സദാശിവൻ മൂവി, ഈ ഒരു കോൺസെപ്റ്റാണ് എന്നെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ച ആ ഒരു ഘടകം എന്ന് പറയുന്നത്. കാരണം രാഹുൽ സദാശിവന്റെ മുമ്പുള്ള സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലുള്ള സിനിമ എടുക്കുന്ന ആളുകൾക്ക്, അതായത് സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ തിരക്കഥ എഴുതുന്ന ആളുകൾ ഒരു പ്രത്യേകതരം മെന്റൽ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. കാര്യം ഇങ്ങനെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ കുറേ ദിവസത്തേക്ക് വല്ലാതെ അലട്ടുന്നതായിരിക്കും, നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും, നമ്മുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. സോ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായ വ്യക്തിയാണ് രാഹുൽ സദാശിവൻ. അയാളുടെ മൈൻഡ് സെറ്റ് ആ രീതിയിലാണ്. ഡീസ് ഇറേ എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ ഇങ്ങനെയുള്ള ഒരു ജേണലുള്ള സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആ ഒരു പേടിക്കൽ അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് വല്ലാതെ ആസ്വദിച്ചിട്ടാണ് കണ്ടത്. അത് മാത്രമല്ലാതെ ഒരു പ്രത്യേകതരം സൈലൻസ് ഈ രാഹുൽ സദാശിവൻ്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരുപാട് ബഹളമൊന്നും ഉണ്ടാവില്ല, ഒരു വല്ലാത്ത തരം സൈലൻസ് ആയിരിക്കും. ആ ഒരു സൈലൻസിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ നമ്മൾ വല്ലാതെ പേടിക്കും. നമ്മൾ ശരിക്കും ആ ഒരു എന്താ പറയുക, ഭീതി എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കിന് 100% നീതി പുലർത്തുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഈ സിനിമയിലുണ്ട്. പ്രണവ് മോഹൻലാൽ എന്ന നടൻ്റെ അഭിനയത്തെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. എന്തായാലും രാഹുൽ സദാശിവൻ്റെ ആ ഒരു ഡയറക്ഷൻ അത് അടിപൊളിയാണ്. കാരണം വേറൊന്നുമല്ല, ഒരുപാട് പ്രേത സിനിമകൾ നമ്മൾ കണ്ട ആളുകളാണ്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആളുകൾക്ക് ഒട്ടും ബോറടിക്കാതെ, എന്നാൽ ഇതുപോലുള്ള സിനിമകൾ രാഹുൽ സദാശിവൻ്റെ സിനിമകളൊക്കെ വളരെ സൈലൻ്റ് ആയിട്ടാണ് പോവുക. സൈലൻ്റ് ആയിട്ടാണ് പോകുന്നത് എങ്കിലും അത് എൻഗേജിങ് ആയിരിക്കണം, ആളുകൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ മേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയല്ല. പിന്നെ ഈ കാലഘട്ടത്തെ ആളുകളെ പേടിപ്പിക്കുക എന്ന് പറയുന്നതും അത് സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയല്ല. മുമ്പർക്ക് നന്നായിട്ട് പണി അറിയാം. അതുകൊണ്ട് തന്നെ ആൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവണം ഈ ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പണം മുടക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരുപാട് കഷ്ടപ്പാട്. ബിക്കോസ് ഇതുപോലുള്ള ഷോട്ടുകളൊക്കെ എടുക്കുമ്പോൾ, അതായത് ക്ലോസ് ഷോട്ടുകളൊക്കെ എടുക്കുന്ന സമയത്ത് ആ ഇമോഷൻസ് കൃത്യമായിട്ട് മുഖത്ത് കിട്ടിയില്ലെങ്കിൽ അത് കോമാളിത്തരായി പോകും. അപ്പം മൂപ്പര് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഓരോ ഷോട്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അടിപൊളിയാണ്, അടിപൊളി സിനിമയാണ്. മൂപ്പരുടെ കാഴ്ചപ്പാട്, ഇതുപോലുള്ള നല്ല 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 ആളുകൾ ഇൻഡസ്ട്രിയിലേക്ക് വരണം, എന്നാലാണ് കാഴ്ചക്കാർക്ക്, കാണികൾക്ക് വലിയ അത്ഭുതങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. സിനിമയിലെ എടുത്തു പറയേണ്ട മറ്റ് 2 ടെക്നീഷ്യന്മാരാണ് സൗണ്ട് മിക്സറും അതുപോലെ തന്നെ മ്യൂസിക്കും. വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദങ്ങൾ പോലും ഈ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അതായത് അതിലാണ് ഒരുപാട് കാര്യങ്ങളുള്ളത്. ചെറിയ ചെറിയ ശബ്ദങ്ങളിൽ പോലും നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് കൊടുത്തു എന്ന് മാത്രമല്ല, അതിനുശേഷമുള്ള മ്യൂസിക് എല്ലാം തന്നെ ഈ ഒരു സൗണ്ടിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ കാണികൾക്ക് അത് കൃത്യമായിട്ട് കിട്ടണം. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നമുക്ക് അത്ര വ്യക്തമായിട്ട് മനസ്സിലാവില്ല. സോ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സൗണ്ട് മിക്സിംഗ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, മ്യൂസിക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം ആളുകളെ ഭയപ്പെടുത്താൻ മ്യൂസിക്കിനുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ചെറുതല്ല, വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പല ആളുകളും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്ന ആളുകളൊക്കെ ചില സാഹചര്യത്തിലൊക്കെ ഞെട്ടുന്നതൊക്കെ ഞാൻ ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി ഞെട്ടാൻ തയ്യാറായിട്ട് പോയ ഒരാളാണ്. ഏത് സീനിൽ വന്നാലും പേടിക്കുന്ന ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പം പേടിക്കുന്നു വേണ്ട പേടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെയും സംശയമാണ്, ഇതിൽ പ്രണവ് മോഹൻലാൽ മാത്രമേ ഉള്ളൂ, മറ്റാരും ഇല്ലേ എന്ന്. അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ലീഡിങ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അവർക്കാണ് മേജറായിട്ടുള്ള ഇമ്പോർട്ടൻസ്. അവരിലൂടെയാണ് കംപ്ലീറ്റ് എല്ലാം മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഒരു ലേഡി ആക്ട്രസ് ഉണ്ട്. അവരുടെ പെർഫോമൻസ്, അവരുടെ എനർജി എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. കാരണം ഞാൻ ലേഡി ആക്ട്രസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉപയോഗിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. 1, 2, 3, 4 ലേഡി ആക്ട്രസ് ഉണ്ട് ഈ സിനിമയിൽ. ഞാനത് എങ്ങനെയാണെന്ന് ചെറിയൊരു ഹിൻഡ് പോലും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം ഏറെക്കുറെയൊക്കെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, അവരുടെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. കാരണം അവരുടെ എനർജി ലെവലൊക്കെ വേറെ റേഞ്ചിലാണ്. ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി. അവരുടെ ആ ഒരു കാണിക്കലും കാട്ടിക്കൂട്ടലും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഭഗവാൻ ഇതെന്ത് സംഭവം, ഇന്നത്തെ ഉറക്കം കളയാനുള്ള കാരണങ്ങളൊക്കെ ആയെന്ന് വിചാരിച്ചു. ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. പ്രണവ് മോഹൻലാലിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മുമ്പുള്ള പ്രണവിൻ്റെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് എന്തൊക്കെ ഇപ്പം നമ്മുടെ ഹൃദയം പോലുള്ള സിനിമ എടുത്താൽ പോലും അത് അത്യാവശ്യം വിജയിച്ച സിനിമയാണ്. എങ്കിൽ കൂടിയും എനിക്കതിലൊന്നും ഒരു സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം എന്തൊക്കെ ചെയ്തിട്ടും അങ്ങനെ അങ്ങോട്ട് സിനിമയിലേക്ക് പയ്യനെ ഇറങ്ങി വരുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പല സിറ്റുവേഷനിലും. എല്ലാ സിറ്റുവേഷനല്ല, ചില സിറ്റുവേഷനിൽ. പക്ഷേ ഈ സിനിമയിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം മൂപ്പരിൽ നിന്നും എന്തെല്ലാം കടഞ്ഞെടുക്കണം എന്ന് നല്ല വൃത്തിക്ക് അറിയുന്ന ഡയറക്ടറുടെ കയ്യിലാണ് മൂപ്പരിനെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ മൂവിയിൽ മൂപ്പരിനെ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആളിനെ എങ്ങനെ ഉപയോഗിക്കാമോ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രണവ് ഇനിയും തിളങ്ങും, നല്ല രീതിയിൽ തിളങ്ങും. കാരണം പ്രണവ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഇപ്പം കുറച്ച് സിനിമകൾ കണ്ടിട്ട് അയാളുടെ ആക്ടിങ്ങിനെ കുറിച്ച് മനസ്സിലായത് മമ്മൂക്കയെ പോലെയാണെന്നാണ്. അതായത് ലാലേട്ടനെ പോലെയല്ല, മമ്മൂക്കയെ പോലെ നന്നായിട്ട് മിനുക്കി കഴിഞ്ഞാൽ മൂപ്പര് നന്നായി മിനുങ്ങി തിളങ്ങിക്കൊണ്ടേയിരിക്കും. ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ബോൺ ആക്ടറാണ്. അങ്ങേർക്ക്
ആ ഒരു കഴിവ് ഓൾറെഡി ഉള്ളതാണ്. പക്ഷേ മമ്മൂക്കനെ പോലെയാണ് പ്രണവ്. അദ്ദേഹത്തെ എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാൻ നല്ലൊരു സംവിധായകൻ വിചാരിച്ചാൽ കിട്ടും. കാരണം അദ്ദേഹത്തിന് അത്രയും കഴിവുണ്ട്, ടാലന്റ് ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ നേരെ ഉപയോഗിക്കണം. ഓക്കെ, അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂപ്പര് അടിപൊളിയായിട്ട് കയറി വരും. പ്രണവ് അഭിനയിച്ച സിനിമകളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. അത് 100% ഷുവറാണ്. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ക്ലോസ് ആയിട്ട് പ്രണവിൻ്റെ ഒരുപാട് ഷോട്ടുകൾ വരുന്നുണ്ട്. ആ ഷോട്ടുകളൊക്കെ വരുന്ന സമയത്ത് ആളിൻ്റെ മുഖത്തുള്ള, ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ റിസ്ക് ആയിട്ടുള്ള പരിപാടികളാണ്. കാരണം മോഹൻലാലിനെ പോലെ ഒരു ലെജൻഡറി ആക്ടറിൻ്റെ ഫേസിലൊക്കെ ഷോട്ട് ക്ലോസ് ആയിട്ട് വെക്കുന്ന സമയത്ത് സംവിധായകന്മാർക്ക് ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ പ്രണവിനെ പോലൊരു നടൻ്റെ ഫേസ് ക്ലോസ് ആയിട്ട് ഷോട്ട് വെക്കുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂപ്പറിൻ്റെ ഭാവങ്ങളൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ആകെ കോമാളിത്തരാവും. എന്നാൽ പ്രണവ് ഇവിടെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു പെർട്ടിക്കുലർ മൂവിയിൽ ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്തതൊന്നല്ല, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല ടാലൻ്റ് ഉള്ളൊരു വ്യക്തിയാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ എന്ന് പ്രൂവ് ചെയ്ത സിനിമയാണത്. കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ ആസ്വദിച്ച് തന്നെ കാണുക, എന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യും. ക്ലൈമാക്സിലൊക്കെ ട്വിസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാലും എനിക്ക് തോന്നുന്നു, എനിക്കൊരു 85% ഒക്കെ സിനിമ 80% ഒക്കെ എത്തിയ സമയത്ത് എനിക്കൊരു മൈൻഡ് സെറ്റ് കിട്ടി, ഇങ്ങനെയായിരിക്കും കഥ പോകുന്നതെന്ന്. എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്യും, നല്ല രസമാണ്, അടിപൊളിയാണ്. ഇതുപോലുള്ള സിനിമകളും വരണം. കാരണം ഒരുപാട് ബഹളവും പരിപാടിയും നിലവിളിയും ഒന്നുമില്ല, വളരെ സൈലൻ്റ് ആയിട്ട് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ. എന്നാൽ കാണികളെല്ലാം തന്നെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് പോകുന്ന സിനിമ. അതുപോലെ തന്നെ ആളുകളുടെ ഇമോഷൻസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ പലതരം ഉണ്ടല്ലോ, സന്തോഷം, വിഷമം, കിട്ടാത്തതിൻ്റെ വിഷമം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ഓരോ കഥാപാത്രങ്ങളുടെയും ഫേസിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വളരെ സമൂഹത്തിൽ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവരുടെ ഒരു പ്രത്യേകതരം ഇതൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. എനിക്കതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നന്നായിട്ടുണ്ട്, നന്നായി വർക്കായിട്ടുണ്ട്. സിനിമ എന്തായാലും അടിപൊളിയാണ്. സിനിമ എന്തായാലും 100% സിനിമ വിജയിക്കും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, മാർക്കോ സിനിമയിലേക്ക് പോലെ ചില സീൻസ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ചില സീൻസ് ബ്ലറൊന്നും ചെയ്യാതെ അങ്ങനെ പച്ചയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് കുറച്ച് കട്ടിയാണ്. മാർക്കോ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാൻ ഇതൊക്കെ എന്തിനാണ് നമുക്ക് കാണിച്ചു തരുന്നതെന്ന് തോന്നിപ്പോകുന്ന കുറേ സീനുകൾ ഉണ്ടാവുമല്ലോ. അതേപോലെ ഇതിങ്ങനെ കാണിക്കണമെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനത്തെ കുറച്ച് സീനൊക്കെ ഉണ്ടാകും. എനിക്ക് ആ ഒരു സീന് കണ്ടപ്പോൾ എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക, നല്ല സിനിമയാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി മൂവി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതും തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നത് അത്രയ്ക്ക് ഓരോ ആൾക്കാരുടെ താല്പര്യമാണ്. എന്നാലും അവർ പേടിക്കും കേട്ടോ, 100% കുട്ടികൾ പേടിക്കും. വലിയ ആൾക്കാർ പേടിക്കുന്നു പറയും, പിന്നെ പറയണ്ടല്ലോ.